എക്സാക്ട്ലി എത്ര സീറ്റ് കിട്ടും എന്നേ നോക്കാനുള്ളൂ. അഭിപ്രായ സർവേകൾ നടത്തിയ സൂചനകളും പിന്നീട് എക്സിറ്റ് പോൾ നൽകുന്ന പല സൂചനകളും ഒക്കെ ഒന്ന് തന്നെയാണ്. UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. LDF പ്രതിപക്ഷത്തേക്ക് പോകും. BJP ഇടക്കാലത്ത് പൂട്ടിപ്പോയ അക്കൗണ്ട് വീണ്ടും തുറക്കും. എത്ര സീറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിൽ പോലും നാമമാത്രമായിട്ടെങ്കിലും ഒരു അക്കൗണ്ട് അവർക്കുണ്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഓരോ മണ്ഡലത്തിലും ആരാര് ജയിക്കും എന്ന കാര്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അമ്പലപ്പുഴയിൽ G. സുധാകരൻ ജയിക്കും. അതുപോലെ ബേപ്പൂരിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് PV അൻവർ എന്ത് പെർഫോമൻസ് ആയിരിക്കും നടത്തുക, മുഖ്യൻ്റെ മരുമകൻ ജയിക്കുമോ തോൽക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചില കൗതുകങ്ങൾ അതിൻ്റെ അകത്ത് ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഏറെക്കുറെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ വരാൻ പോകുന്ന 5 കൊല്ലം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ഭരണമായിരിക്കും. മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയായിരിക്കും, അതോ VD സതീശനായിരിക്കും, അതുമല്ലെങ്കിൽ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ വന്ന് ഇറങ്ങുമോ, ഇതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അറിയില്ല. എല്ലാവരും വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നു. കോൺഗ്രസ്സുകാരും കാത്തിരിക്കുന്നു. ഈ പറഞ്ഞ നേതാക്കന്മാരും കാത്തിരിക്കുന്നു.